ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഈ ചൂടിന് പറ്റിയൊരു അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് നോക്കിയാലോ നമുക്ക്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ, പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. ഇതിന് ഫസ്റ്റ് നമുക്ക് ജെല്ലിയുടെ പ്രിപ്പറേഷനാണ് നോക്കേണ്ടത്. ഞാനിവിടെ സ്ട്രോബെറി ജെല്ലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. പക്ഷേ ഇതിക്ക് നമ്മൾ റൂഹാഫ്സയും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് സ്ട്രോബെറി ആയിരിക്കും ഒന്നും കൂടി ചേർന്ന് നിൽക്കുക. ഒരു കപ്പ് ചൂടുവെള്ളം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പൊടിയിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. ഇത് അത്യാവശ്യം സ്വീറ്റൻഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ഈ ജെല്ലി കുറച്ച് നേരത്തെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. കണ്ടോ, ഞാനിപ്പോൾ ഇളക്കുമ്പോൾ ചെറിയ ചെറിയ തരികൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് സാദാ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ സാബുദാന സീഡ്സാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ സാഗോ സീഡ്സ്. ഞാനിവിടെ ചെറുതും വലുതും എടുക്കുന്നുണ്ട്. ചെറുത് 1/2 കപ്പും വലുതും 1/2 കപ്പായിട്ടാണ് എടുക്കുന്നത്. ഇത് ചൂടുവെള്ളത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറുന്നത് നമുക്ക് കാണാം. മൊത്തത്തിൽ ആ വെള്ള കളർ പോകുമ്പോഴാണ് ഇത് തയ്യാറായി കിട്ടുന്നത്. അത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇങ്ങനൊരു ഇതിലാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തത് വലിയ സാബുദാനയാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ബോയിൽ ചെയ്തെടുത്താൽ മതി. വെള്ളത്തിലിട്ട് വെക്കാണ് നമ്മൾ ബോയിൽ ചെയ്യുന്നതെങ്കിൽ കുറച്ചധികം ടൈം നമ്മളിത് ബോയിൽ ചെയ്യേണ്ടി വരും. ഇവിടെ ഞാൻ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ റുഹാബ്സയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സാഗോ സീഡ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തണുപ്പിച്ചെടുക്കാം, ഇല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന ടൈമിൽ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്താൽ മതി. ഈ ചൂട് കാലത്ത് പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബും ചെയ്യണം.